ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്നത്തെയും പോലെ ഞാനിന്നൊരു ചെറിയ വീഡിയോയുമായിട്ട് വന്നേക്കുകയാണ്. അപ്പം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് ചെറിയൊരു മധുരമൊക്കെ കഴിച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ സമയം 3:45 കഴിഞ്ഞ് 4 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡാനിമോന് വലിയ കുഞ്ഞാവെ ഉറങ്ങി, കുഞ്ഞാവെ ഉറക്കാൻ പോയതാണ്. അപ്പോൾ രണ്ടുപേരും ഉറക്കത്തില്ല. അപ്പോൾ നമുക്ക് സമയം കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെറിയൊരു 4 മണി കാപ്പിക്കുള്ള സാധനം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ എൻ്റെ മധുരത്തിനനുസരിച്ച്, പിന്നെ ഞാൻ പൊടി എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് ഞാൻ ചെറിയൊരു കഷ്ണം ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് അത്രയും മധുരം മതിയായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ മധുരം അതിനനുസരിച്ച് ഇടുക. ഇനിയിപ്പോൾ ഞാൻ റവ എടുത്തിട്ടുണ്ട്. റവയാണ് നമ്മളുടെ മെയിൻ സാധനം, റവ. പിന്നെ മെയിനായിട്ട് വരുന്നത് പഴമാണ്. അപ്പം ഇപ്പോൾ ശർക്കരപ്പാനി അതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ ബേക്കിംഗ് സോഡ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇടുക. ഒരു മയമൊക്കെ കിട്ടാൻ, ഇച്ചിരി പഫെന്നൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചുകൂടെ ഇടാതിരിക്കുന്നതായിരിക്കും ഹെൽത്തി. അപ്പം വേണമെങ്കിൽ മാത്രം ഇടുക. ഇട്ടാലും നല്ലതൊക്കെയാണ്, എന്നാലും ടേസ്റ്റിൽ മാത്രമാണല്ലോ നല്ലത്. അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം അത് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് നമുക്ക് അത് ഇരിക്കുന്ന സമയത്തിന് നമുക്ക് കുറച്ച് പഴം എടുത്ത് റെഡിയാക്കാം. എന്നുവെച്ചാൽ നല്ലതായിട്ട് പഴുത്തു പോയ പഴമായിരുന്നു. അപ്പം ഞാനത് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാകത്തിന് നല്ലതായിട്ട് ഉടച്ചെടുക്കുക. മിക്സിക്ക് അതിട്ട് അടിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. പക്ഷേ ഞാൻ ഈ പിള്ളേർ ഉറങ്ങുന്ന സമയത്ത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എനിക്ക് 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് ഉടച്ചെടുക്കുമായിരുന്നു. ഇനി നമ്മൾ ആ 15 മിനിറ്റ് വെച്ച ആ സാധനത്തിനകത്തോട്ട്, ആ മിക്സിനകത്തോട്ട് നമ്മൾ ഉടച്ച് വെച്ച പഴവും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്ത് ചെറിയൊരു ഫ്ലേവറൊക്കെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്ക ചേർക്കാം. ഇതിന് പകരം ജീരകമൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇച്ചിരി മയമായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം, ഒരു ശകലം വെള്ളം ഒഴിച്ച് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ എല്ലാം ഒന്ന് കുതിർന്നൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്നുകൂടെ വെച്ചേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ആ ഒരു മിക്സ് ചെയ്ത പരുവം. ഇനി നമുക്കിത് അടച്ച് തന്നെ വെച്ചേക്കാം. ഇനി ഇത് അടച്ച് വെച്ചേക്കുന്ന സമയത്ത് നമുക്ക് പോയി കുറച്ചൊന്ന് വായി നോക്കിയിട്ടൊക്കെ വരാം. ഇവിടെ ഇപ്പോൾ അമ്മ അച്ചാച്ചന് നാളെ ഇടാനുള്ള തുണിയൊക്കെ തേച്ച് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ടും വലുതായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇടാം.
ഞാനിതിപ്പം ആ സ്പൂണിനകത്ത് കോരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേപ്പിലൊക്കെ ഇടാൻ അറിയാമെങ്കിൽ നല്ല ഭംഗിക്കൊക്കെ നല്ല ടേസ്റ്റിൻ്റെ കൂടെ നല്ല ഭംഗിയായിട്ടും കൂടെ ഇരിക്കും. കുഞ്ഞാവ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് സൗണ്ടിലിങ്ങനെ അണച്ച് പറയുന്ന പോലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മളുടെ ഇന്നത്തെ സ്നാക്കിൻ്റെ കാര്യം. കാരണം അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കാപ്പിയുടെ കൂടെ കഴിച്ചാൽ മാത്രം മതി. അമ്മ അത്തുപോ നോക്കാൻ പോയ കുഞ്ഞിൻ്റെ ഇങ്ങോട്ട് നോക്കി. ഓ കടയുവാണ്. നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കി. ഡാനി എങ്ങനെയുണ്ട്? ഡാനി സൂപ്പറാണോ? എന്ത് ചെയ്യുന്നിട്ട് കയ്യിൽ ഇത് സാധനം എന്ത് ചെയ്യും? കഴിക്ക്. എന്നാ ഉന്നതു ചുഞ്ഞ് കഴിച്ചോട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.